പുതിയ പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറിനെ ചൊല്ലി സിപിഎമ്മിനുള്ളിൽ ഭിന്നത രൂക്ഷം. കൂത്തുപറമ്പ് വെടിവെപ്പിന് നേതൃത്വം നൽകിയ റവാഡ ചന്ദ്രശേഖറിനെതിരെ നിശിത വിമർശനമുയർത്തി മുതിർന്ന സിപിഎം നേതാവ് പി ജയരാജൻ. പിണറായി സർക്കാർ നടപ്പാക്കിയത് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശമെന്നും വിമർശനമുയരുന്നു. കേരളത്തിന്റെ പുതിയ പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖറിനെ നിയമിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തതോടെ സിപിഎമ്മിനുള്ളിൽ ഭിന്നത രൂക്ഷമാകുന്നു. കൂത്തുപറമ്പ് വെടിവെപ്പിലൂടെ സിപിഎം പ്രവർത്തകരുടെ രക്തസാക്ഷിത്വത്തിന് ഉത്തരവാദിയായ പോലീസ് ഉദ്യോഗസ്ഥനെ ഇടത് സർക്കാർ അധികാരത്തിൽ ഇരിക്കുമ്പോൾ പോലീസ് മേധാവിയാക്കിയതാണ് ഒരു വിഭാഗം സിപിഎം നേതാക്കളെയും അണികളെയും പ്രകോപിതരാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലെ സിപിഎം പ്രവർത്തകർ ഈ നീക്കത്തിൽ വളരെയധികം ക്ഷുഭിതരുമാണ്. കെ രാജീവൻ, കെ ബാബു, കെ വി മധു, റോഷൻ, ഷിബുലാൽ എന്നീ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത്. വെടിവെപ്പിൽ മാരകമായി പരിക്കേറ്റ് ദീർഘകാലം ചലനശേഷി നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്ന പുഷ്പൻ കഴിഞ്ഞ സെപ്റ്റംബർ 28-നാണ് മരണത്തിന് കീഴടങ്ങിയത്. ഈ വിധത്തിൽ പ്രസ്ഥാനത്തിനു വേണ്ടി പ്രവർത്തിച്ച സഖാക്കളുടെ ജീവനെടുക്കാൻ കാരണക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥനെ സംസ്ഥാന പോലീസ് മേധാവിയായി അവരോധിക്കുന്നതിനെ അംഗീകരിക്കാൻ കഴിയില്ലെന്ന വികാരമാണ് വലിയ വിഭാഗം സിപിഎം പ്രവർത്തകർക്കുള്ളത്. അണികൾക്കിടയിലെ ഈ അസംതൃപ്തി തിരിച്ചറിഞ്ഞു തന്നെയാണ് മുതിർന്ന സിപിഎം നേതാവ് പി ജയരാജൻ സർക്കാർ നിലപാടിനെതിരെ പരോക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത്. തന്റെ വാക്കുകളെ വളച്ചൊടിച്ച് വലതുപക്ഷ മാധ്യമങ്ങൾ വിവാദങ്ങൾ സൃഷ്ടിക്കേണ്ടതില്ല എന്ന് പി ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും പോലീസ് മേധാവി നിയമനത്തിലുള്ള തന്റെ അസംതൃപ്തി ശക്തമായി തന്നെ ജയരാജൻ വ്യക്തമാക്കിയിട്ടുമുണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തീരുമാനിക്കേണ്ട വിഷയമല്ല പോലീസ് മേധാവിയുടെ നിയമനം. അത് പൂർണ്ണമായും ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ്. പാർട്ടി നിലപാടുകൾക്ക് അതിൽ ഒരു ഉത്തരവാദിത്വവുമില്ല എന്ന വിധത്തിലാണ് ജയരാജൻ നടത്തിയ പ്രതികരണം. പ്രത്യക്ഷത്തിൽ വളരെ സൗമ്യമായ നിലപാടെന്ന് തോന്നാമെങ്കിലും ഈ വിധം വാക്കുകൾക്ക് പ്രഹരശേഷി ഏറെയാണ്. പിണറായി സർക്കാർ കൈക്കൊണ്ട ഈ തീരുമാനത്തിന് പാർട്ടി നേതൃത്വത്തിന് ഒരു പങ്കുമില്ലെന്നാണ് മറ്റൊരു വിധത്തിൽ ജയരാജൻ തുറന്നടിച്ചത്. കേന്ദ്ര ഭരണകൂടത്തിനും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ഏറെ സ്വീകാര്യനായ പോലീസ് ഉദ്യോഗസ്ഥനാണ് റവാഡ ചന്ദ്രശേഖർ. അദ്ദേഹത്തെ പോലീസ് മേധാവിയാക്കുന്നതിലൂടെ കേന്ദ്ര സർക്കാർ വിധേയത്വമാണ് പിണറായി സർക്കാർ പ്രകടിപ്പിക്കുന്നതെന്ന ആക്ഷേപവും ഇതിനോടകം ഉയർന്നിട്ടുണ്ട്. അതിനിടയിലാണ് പി ജയരാജന്റെ വിമർശനവും ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. UPSC തയ്യാറാക്കി സംസ്ഥാന സർക്കാരിന് നൽകിയ ലിസ്റ്റിൽ 3 പേരുകളാണുള്ളത്. റവാഡ ചന്ദ്രശേഖറിനു പുറമെ യോഗേഷ് ഗുപ്ത, നിതിൻ അഗർവാൾ എന്നീ IPS ഓഫീസർമാരുടെ പേരുകളാണ് 3-അംഗ ചുരുക്കപ്പട്ടികയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 2 പേരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് പി ജയരാജൻ വിമർശനം അഴിച്ചുവിട്ടത്. കൂത്തുപറമ്പ് വെടിവെപ്പിന്റെയും സമാന കാലയളവിൽ തന്നെ നടന്ന പോലീസ് അതിക്രമങ്ങളുടെയും ചരിത്രം ആർക്കും മറക്കാനാവില്ല എന്ന് ജയരാജൻ തുറന്നടിക്കുന്നത് ബോധപൂർവം ചരിത്രം മറക്കുന്ന നേതാക്കൾക്ക് നേരെയുള്ള താക്കീത് തന്നെയാണ്. റവാഡ ചന്ദ്രശേഖർ കൂത്തുപറമ്പ് വെടിവെപ്പിന് നേതൃത്വം നൽകുകയായിരുന്നുവെങ്കിൽ കണ്ണൂരിലെ CPM RSS സംഘർഷകാലത്ത് RSS വിധേയത്വം പ്രകടിപ്പിക്കുകയും ഒട്ടേറെ CPM നേതാക്കളെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത ഓഫീസറായിരുന്നു നിതിൻ അഗർവാൾ എന്നാണ് പി ജയരാജന്റെ പ്രതികരണം. CPM കൂത്തുപറമ്പ് ഏരിയ സെക്രട്ടറി M സുകുമാരനെതിരെ നടന്ന അതിക്രൂര മർദ്ദനങ്ങൾക്ക് നേതൃത്വം നൽകിയ പോലീസ് ഓഫീസറാണ് നിതിൻ അഗർവാൾ. ഈ ഉദ്യോഗസ്ഥനെതിരെ CPM നേതൃത്വം നിയമ പോരാട്ടവും നടത്തിയിരുന്നു. 1994-ൽ നടന്ന കൂത്തുപറമ്പ് വെടിവെപ്പ് മുതൽ ഇന്ന് വരെ വെടിവെപ്പ് പ്രാവർത്തികമാക്കിയ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ കടുത്ത വിമർശനങ്ങൾ റവാഡ ചന്ദ്രശേഖറിനെതിരെ CPM നടത്തിവരികയുമായിരുന്നു. ആ ചരിത്രത്തെ ബോധപൂർവം തമസ്കരിച്ചുകൊണ്ടാണ് പുതിയ പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ നിയമിതനാകുന്നത്. ഈ വിധം ആരോപണങ്ങളിൽ ഉൾപ്പെടാത്ത യോഗേഷ് ഗുപ്ത IPS എങ്ങനെ തഴയപ്പെട്ടുവെന്ന് സംസ്ഥാന സർക്കാരാണ് വിശദമാക്കേണ്ടതെന്നും പി ജയരാജൻ തുറന്നടിച്ചിട്ടുണ്ട്. 3-അംഗ ലിസ്റ്റിൽപ്പെട്ട 2 പേരും CPM നേതൃത്വത്തിന് അനഭിമിതരാണ്. ഒരാൾ വെടിവെപ്പിന് നേതൃത്വം നൽകിയ ഓഫീസർ, മറ്റേയാളാകട്ടെ CPM നേതാക്കളെ ലോക്കപ്പിലിട്ട് തല്ലിച്ചതച്ച ഓഫീസറും. മൂന്നാമനാകട്ടെ അഴിമതിക്കെതിരെ കർക്കശ നിലപാടുകൾ സ്വീകരിച്ച ട്രാക്ക് റെക്കോർഡുള്ള ആളും. ലിസ്റ്റിലുള്ള 3-മനായ യോഗേഷ് ഗുപ്ത പോലീസ് മേധാവിയാകാനുള്ള സാധ്യത നിലനിന്നിരുന്നു. എന്നാൽ യോഗേഷ് ഗുപ്തയോട് മന്ത്രിസഭയിലെ ചില പ്രമുഖർക്ക് അസംതൃപ്തി ഉണ്ടായിരുന്നു. മാത്രവുമല്ല, കേന്ദ്ര സർക്കാരിന് കൂടുതൽ താല്പര്യം റവാഡ ചന്ദ്രശേഖറിനോടായിരുന്നു താനും. എന്തുതന്നെയായാലും പിണറായി സർക്കാർ അത് അംഗീകരിക്കുകയും ചെയ്തു.
നേതൃനിലപാടുകളെ തള്ളിപ്പറയാൻ കഴിയാത്ത പാർട്ടി അണികളാവട്ടെ കുഴങ്ങുകയും ചെയ്തു. അവരെ സമാശ്വസിപ്പിക്കാനായി പുതിയ ക്യാപ്സ്യൂൾ ഇതിനോടകം ഇറങ്ങിക്കഴിഞ്ഞിട്ടുമുണ്ട്. കൂത്തുപറമ്പ് വെടിവെപ്പിന് ഉത്തരവിട്ടത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആയിരുന്നുവെന്നും അന്ന് കണ്ണൂർ SP ആയിരുന്ന റവാഡ ചന്ദ്രശേഖർ ഉത്തരവ് നടപ്പാക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ് CPM സൈബർ കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്ന പുത്തൻ ക്യാപ്സ്യൂൾ. കോടതി റവാഡയെ കുറ്റവിമുക്തനാക്കിയിട്ടുണ്ടെന്നും ക്യാപ്സ്യൂളിൽ പറയുന്നുണ്ട്. മുതിർന്ന CPM നേതാവ് P ജയരാജൻ ഈ വിധം വാദമുഖങ്ങളെ തള്ളി രംഗത്തെത്തുന്നതിന് സവിശേഷ രാഷ്ട്രീയ പ്രാധാന്യമേറുന്നത് ഈ സാഹചര്യത്തിലാണ്. രക്തസാക്ഷികളുടെ ജീവത്യാഗത്തെ വിസ്മരിക്കുന്ന ഭരണകൂട നിലപാടുകൾക്കെതിരെ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരുടെ വികാരങ്ങൾക്കൊപ്പമാണ് താനെന്ന നിശബ്ദ പ്രഖ്യാപനം കൂടിയാണ് P ജയരാജൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇത് CPM-നുള്ളിൽ വലിയ അടിയൊഴുക്കുകൾ സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ്.